ഞാൻ ആലോചിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കുന്നത്. നമുക്ക് എല്ലാവരോടും ഒരു സംശയത്തോടെ നോക്കാനും കാണാനുമാണ് നമ്മൾ മേ ബി കുട്ടികളെ പോലും ശീലിപ്പിക്കുന്നത്. അത് മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞ വ്യക്തിയുടെ യെസ് കൊണ്ടുണ്ടായ കാര്യങ്ങളാണ്. അരി പൊടി ഉരി ഉരി അളന്നിട്ട് തരി കളഞ്ഞിട്ട് പൊടി കളഞ്ഞിട്ട് കഴുകിയിട്ടിട്ട് തിളയ്ക്കുമ്പോൾ തവി മറക്കല്ലടി. 10 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു മഞ്ജുവാരുണ്ടാവുന്നില്ലെങ്കിൽ ഈ യുവജനോത്സവങ്ങളൊക്കെ വെറുതെയാണ് എന്നങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് പറയുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് നിന്ന് കൊടുക്കും ഇതിന്. ഓക്കെ, നമ്മുടെ മുകളിൽ വെച്ച് പരീക്ഷിക്കുകയാണെങ്കിൽ. ഹായ് ഓൾ, നമസ്കാരം, വെൽക്കം ടു ഡീപ് ഡൈവ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാളികളുടെ മലയാളത്തിൻ്റെ സ്വന്തം സിതാര ചേച്ചി. വെൽക്കം. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ഏലേലെങ്കിലും റിലീസായിരിക്കുകയാണ്. അത് 1 ലക്ഷം വ്യൂസ് ആയിരിക്കുകയാണ് യൂട്യൂബിൽ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്നത്, ഏലേലെങ്കിളി പറയുന്നൊരു കഥയുണ്ടല്ലോ, അത് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിക് ഡെസ്റ്റിനേഷൻ, അതിലോട്ടെത്തുന്ന ഒരു കുട്ടിയുടെ കഥ. ഇതിലെവിടെയെങ്കിലും ഒരു പേഴ്സണൽ എലമെന്റ്സ് ഉണ്ടോ? എന്താ പറയുക, പർട്ടിക്കുലർലി ഏലലങ്കിളിയുടെ കഥയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷെ എനിക്കത് കാണുന്ന സമയത്ത് നമുക്ക് അടുപ്പം തോന്നാവുന്ന കാരണങ്ങളുണ്ട്. കാരണം ഇതിന്റെ കഥയും അതിന്റെ പശ്ചാത്തലവും അത് എങ്ങനെ ആണ് ഇത് കൃത്യമായിട്ട് ആ കുഞ്ഞിന്റെ കഥ എന്ന് പറയുന്നത് ആനന്ദ് എന്ന് പറഞ്ഞ ഡയറക്ടർ, ആനന്ദിൻ്റെതാണ് ഈ ആലോചനയൊക്കെ. പക്ഷെ ഈ പാട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരു സന്തോഷത്തിനെ കുറിച്ചിട്ടും യാത്രയെ കുറിച്ചിട്ടൊക്കെ ഡെഫിനറ്റ്ലി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചുറ്റും ചേർത്ത് പിടിക്കാൻ നല്ല മനുഷ്യരുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഏലേലെങ്കിലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയോ ചെറിയൊരു ആങ്സൈറ്റി വരുന്നുണ്ട് ചെറിയൊരു മൊമെൻറ്റിൽ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ് സ്റ്റോറി ഓഫ് ഗുഡ്നെസ്. ആൻഡ് വൈ ഡിഡ് യു ചൂസ് ഗുഡ്നെസ്? അതല്ലേ നമുക്ക് ആഗ്രഹിക്കുന്നത്. ശരി അതാണോ എന്നറിയില്ല, നമ്മുടെ ചുറ്റും കാണുന്നത് അതാണോ എന്ന് ഉറപ്പില്ല. പക്ഷേ നമ്മളിപ്പോൾ എല്ലാ ദിവസവും നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള വാർത്തകളിലേക്കും ഇങ്ങനത്തെ ഈ പറഞ്ഞ മാതിരി ഈ റിയൽ ലൈഫ് ആങ്സൈറ്റികളിലേക്കും ട്രസ്റ്റ് ഇഷ്യൂസും അങ്ങനെ നമുക്ക് എല്ലാവരോടും ഒരു സംശയത്തോടെ നോക്കാനും കാണാനുമാണ് നമ്മൾ മേ ബി കുട്ടികളെ പോലും ശീലിപ്പിക്കുന്നത്. ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് നന്മകളുള്ള സ്ഥലവും കൂടിയാണിത്. നമുക്കറിയാം നമ്മൾ ചുറ്റിനും നന്മകളുണ്ട്. പക്ഷെ നമ്മളിത് കാണാൻ ചൂസ് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിലും അങ്ങനെയാണ്. 2 കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് നമുക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നതൊക്കെ. അപ്പം ഓഫ് കോഴ്സ് ഇത് ഞാൻ വീണ്ടും ഈ ഏലലിംഗിളിയുടെ കോണ്ടെക്സ്റ്റിൽ ഇത് നന്ദി ഞാൻ പറയുന്നത് ആനന്ദിനോടാണ്. അങ്ങനെ ആലോചിച്ചിരുന്നില്ല ഞാനും. ഈ കഥ കേൾക്കുമ്പോൾ ആനന്ദ് കഥ പറയുമ്പോഴാണ് കുറേ നല്ല നന്മകളിലൂടെയാണ് ഇങ്ങനെ പോണേന്നുള്ളത് മനസ്സിലാവുന്നത്. അത് ആളുകൾ തിരിച്ച് പറയുമ്പോൾ, അത് കാഴ്ചക്കാരുണ്ടല്ലോ, കാണുന്നവർ. അപ്പോഴെനിക്ക് മനസ്സിലാവണം ഈ നല്ലതിനെ എത്ര മിസ് ചെയ്യുന്നുണ്ട് എന്ന് ആൾക്കാർ. അത് എല്ലാത്തിലും നല്ലതുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. സന്തോഷമായിട്ട് പുറത്തിറങ്ങി നടക്കാനും എല്ലാവരെയും വിശ്വസിക്കാനും ട്രസ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അത് സാഹചര്യങ്ങളല്ല, അങ്ങനെ അല്ലാണ്ട് നമ്മൾ വല്ലാണ്ട് അത് നമ്മുടെ ഉള്ളിലൊരു ശീലമായി മാറിയിട്ടുണ്ട്. അപ്പം ഗുഡ്നെസ് ചൂസ് ചെയ്യുക എന്നുള്ളത് നാച്ചുറലാണല്ലോ മനുഷ്യർക്ക്. പിന്നെ കാലാകാലങ്ങളായിട്ടുള്ള ശീലം കൊണ്ടൊക്കെ ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ വാഴ പോലൊരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ സംവിധായകൻ ഒരു ഇൻഡി മ്യൂസിക് വീഡിയോ സംവിധാനം ചെയ്യാൻ വരുന്നു. ആ ഒരു കൊളാബറേഷൻ്റെ കഥ എങ്ങനെയാണ്? അത് മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞ വ്യക്തിയുടെ യെസ് കൊണ്ടുണ്ടായ കാര്യങ്ങളാണ്. മഞ്ജു ചേച്ചിയോട് ഞാനിങ്ങനെ ഞങ്ങളുടെ ഒരു കോൺസേർട്ടിന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി അതൊരു വെറുതെ സ്റ്റേജിൽ വന്ന് ഒരു പ്രസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരെ കാണുന്നതും. അവരുടെ ഉണ്ടാവുന്ന സ്ഥലം വളരെ പറഞ്ഞ മാതിരി ഭയങ്കര സന്തോഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണത് പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പം ചേച്ചിയോട് വെറുതെ ഒന്ന് ചോദിച്ചതാണ്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഏലലെങ്കിളി എന്ന് പറഞ്ഞ പാട്ടിനെ കുറിച്ച് ഞങ്ങൾ ആദ്യം ആലോചിച്ചിരുന്നു. അത് വീഡിയോ വേണമെന്നും ആഗ്രഹിച്ചിരുന്നു. ചേച്ചി അതിൻ്റെ ഒരു പാർട്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് എവിടെയോ ആഗ്രഹിച്ച് ചോദിച്ചപ്പോൾ അതിനൊരു യെസ് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അവരെ പോലെയുള്ളൊരു ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് അത് ആ ഇരിക്കുന്ന സ്ഥലവും അതിനനുസരിച്ചിട്ട് ഭംഗിയുള്ളതാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ വീഡിയോ. അപ്പം പിന്നീട് അവരുടെ ടീമിൻ്റെ അടുത്തുനിന്നൊരു ഡിസ്കഷനൊക്കെ ആയപ്പോഴാണ് ആനന്ദിൻ്റെ പേര് സജഷൻസ് വന്നതും. ആനന്ദുമായിട്ട് സംസാരിച്ചപ്പം ആനന്ദ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി വാഴയുടെ ഡയറക്ടർ, ഗൗതമൻ്റെ രഥ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക അനിയനെ പോലെ സ്നേഹം തോന്നുന്നത്. ഭയങ്കര മ്യൂസിക്കിനോട് നല്ല ഒരു മ്യൂസിക്കൽ ഫാമിലിയിൽ നിന്ന് വരുന്ന അച്ഛനും മ്യൂസിക് ടീച്ചേഴ്സാണ് ആനന്ദിൻ്റെ. അപ്പം അത് കാരണം ആനന്ദിന് മ്യൂസിക് വീഡിയോ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു മുൻപ് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ സംസാരിച്ച് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര സുഹൃത്തുക്കളെ പോലെയും ഒരു ഫാമിലി പോലത്തെ ഒരു പെട്ടെന്ന് അത് ശരിയായി, സംസാരം ശരിയായി. പിന്നെ ആനന്ദ് ആദ്യം എന്താണോ പറഞ്ഞത് അതിന് ഞാൻ എപ്പോഴും പറയും, ഇത് BK ഹരിനാരായണൻ്റെ വരികളാണ് മലയാളത്തിൽ.
അപ്പം ആ വരി സംസാരിക്കുന്ന സമയത്താണ് സത്യത്തിൽ ഈ പാട്ടിന് തീം ഉണ്ടാവുന്നത്. ഞാൻ വളരെ മുൻപ് ഹരിയേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇത് ഒരു ഭയങ്കരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഫീൽ ചെയ്യണം ഹരിയേട്ടൻ അതിനകത്ത്. പിന്നെ നിങ്ങളുടെ പരിസരത്തു നിന്നുള്ള എല്ലാ വാക്കുകളും എടുത്തോളൂ. അപ്പോൾ അരി പൊടി ഉരി ഉരി അളന്നിട്ട് തരി കളഞ്ഞിട്ട് പൊടി കളഞ്ഞിട്ട് കഴുകിയിട്ടിട്ട് തിളയ്ക്കുമ്പോൾ തവി മറക്കല്ലടി എന്നാണ് എൻ്റെ മലയാളത്തിൻ്റെ ഫസ്റ്റ് വരി, ടങ് ട്വിസ്റ്ററായിട്ട്. അപ്പം ഹരിയേട്ടനെ എഴുതിയ വരിയുടെ അകത്തൊരു ഈ പറഞ്ഞ മാതിരി ഒരു പെൺകുട്ടിയുടെ ഒരു യാത്ര ഉണ്ട്. അതിൽ ആണ് ആനന്ദ് ഇതിങ്ങനത്തെ കാര്യങ്ങൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് പെൺകുട്ടിയുടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എന്നല്ല, ജീവിതത്തിൻ്റെ തന്നെ ഒരു ട്രാവൽ ഉണ്ടല്ലോ, അത് അതിനകത്തുണ്ട് വരികളിൽ. അപ്പോൾ ഇത് മൊത്തം തീം സെറ്റ് ചെയ്യണമെങ്കിൽ ഹരിയേട്ടൻ്റെ വരികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ ആനന്ദ് ആ ഒരു 2 ദിവസം കഴിഞ്ഞ് ഇത് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു കഥ വന്ന് പറഞ്ഞിരുന്നു. അതെന്താണോ അതുപോലെയാണ് സ്ക്രീനിൽ ചെയ്തിരിക്കുന്നത്. തുടക്കം മുതൽ ആനന്ദ് പറഞ്ഞത് ഓരോ ഷോട്ട് ബൈ ഷോട്ടായിട്ട് അതേപോലെ ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളായ മഞ്ജു വാര്യർ. അപ്പോൾ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു സ്വപ്നമാണ് ഈ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത്. സോ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ വുമൺ, വാട്ട് ഡസ് ഷീ റെപ്രസെൻറ്റ് യു? എനിക്ക് ചേച്ചിയുടെ കാണുന്ന സമയത്ത്, മഞ്ജു ചേച്ചി കാണുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഭയങ്കരമായിട്ടുള്ളൊരു കാം ഉണ്ട് ചേച്ചിക്ക്. ഭയങ്കര കമ്പോസ്ഡ് ആണ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ആളെന്ന് പറയില്ലേ മനസ്സുകൊണ്ട്. എങ്ങനെയാണ് ഇത്രയും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് നമുക്ക് തോന്നും. ഭയങ്കര എല്ലാത്തിലും ഒരു ചലനങ്ങളിലൊക്കെ തന്നെ ഭയങ്കര സോർട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കറിയാം, അവർ വളരെ ചെറുപ്പം മുതൽ തന്നെ, ഈ സിനിമയുടെ കാര്യമല്ല ഞാൻ പറയണത്, അതിന് മുമ്പുള്ള സമയത്ത് തന്നെ എൻ്റെ അമ്മയൊക്കെ ഭയങ്കര മഞ്ജു വാര്യർ ഫാനാണ്. അതായത് തിരൂർ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള കഥയും അവരുടെ പത്രക്കട്ടിങ്ങൊക്കെ സൂക്ഷിച്ച ആൾക്കാർ അന്നേ ഉണ്ട്. അന്നേ അങ്ങനെ ഒരു സ്റ്റുഡൻറ്, ഒരു ഡാൻസ് കളിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, കലാതിലകം എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമ്മളൊക്കെ കൃഷ്ണമാഷ് ഉണ്ടല്ലോ ഇപ്പം ചേച്ചി പഠിപ്പിച്ചേ, അപ്പോൾ കൃഷ്ണമാഷ് ഇങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു 10 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു മഞ്ജു വാര്യർ ഉണ്ടാവുന്നില്ലെങ്കിൽ ഈ യുവജനോത്സവങ്ങളൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അത്രയും സ്മാർട്ടായിട്ടുള്ളൊരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു ആർട്ട് സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ ചേച്ചിയെ കണ്ടിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. പിന്നെ സിനിമകളെല്ലാവരും കാണുന്നു, മലയാളികൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. അതിനൊക്കെ പുറമെ ഇപ്പം ചേച്ചി ഇങ്ങനെ ചൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളില്ലേ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതും വായനയാവട്ടെ, ചിത്രരചനയൊക്കെ. ഞാൻ ചിത്രമൊക്കെ പെട്ടെന്ന് ഒരാളെങ്ങനെ ഇങ്ങനെ, അപ്പോൾ ഒരു ടാലൻറ്റിൻ്റെ കൂടാരമാണ് അവർ. അപ്പം ആ രീതിയിൽ പിന്നെ ഇടപെടുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരാളെങ്ങനെയാണ് ചുറ്റുള്ള ആൾക്കാരെ ഒരു ഇൻറ്റിമിഡേറ്റിംഗ് അല്ലാത്ത രീതിയിൽ ഒരു സംസാരിക്കുമ്പോൾ നമുക്ക് അയ്യോ ഒരു ആരോ ആണെന്നുള്ള അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും സംസാരിക്കുമ്പോൾ. എല്ലാവരോടും നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എല്ലാവരോടും ഹാൻഡ് ഷേക്ക് ചെയ്ത് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് എല്ലാവരെയും വാല്യൂ ചെയ്യണ പോലെ. അത് ഭയങ്കര സംഭവമല്ലേ? തീർച്ചയായിട്ടും. സോ ഇപ്പോൾ ഞാൻ ചേച്ചിക്ക് നോക്കുകയാണെങ്കിൽ 3 സ്റ്റേറ്റ് അവാർഡുകൾ, പ്ലേ ബാക്ക് സിംഗിങ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു, അക്ലേറ്റ്സിനൊന്നും ഒരു കുറവില്ല. ബട്ട് യു ചോസ് ഇൻഡി മ്യൂസിക്കിനെ വളരെ സീരിയസ് ആയിട്ട് പേഴ്സ്യൂ ചെയ്ത ലാസ്റ്റ് ഒരു 8-9 വർഷങ്ങൾ പ്രോജക്റ്റ് മലബാർക്കസിൻ്റെ കൂടെയുള്ള ജേർണി. അപ്പോൾ എപ്പോഴാണ് ആ ഒരു മൊമെൻറ്റ് ചെയ്യുന്നത്, ഐ ഷുഡ് ചലഞ്ച് മൈസെൽഫ് മോർ എന്നുള്ളൊരു തീരുമാനം കൂടിയാണല്ലോ ഇന്ത്യ മ്യൂസിക്കിലോട്ടുള്ളൊരു കടന്നു വരും. അപ്പോൾ അത് ഈ 9 വർഷം പേഴ്സണലായിട്ട് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള പാട്ടുകൾ പുറത്തു വരിക എന്നുള്ളത് പറയുന്നത് അത്ര എളുപ്പമുള്ളവർ, ഇറ്റ്സ് നോട്ട് എൻ ഈസി വേ ടു ചൂസ്. അതൊരു ഭയങ്കര കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു, ഓർ ജസ്റ്റ് കെയിം നാച്ചുറലി? ഞാൻ ആലോചിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കുന്നത്. അങ്ങനെ എനിക്ക് എപ്പോഴും മ്യൂസിക്കിൽ അല്ലെങ്കിൽ ആർട്ടിലിരിക്കണം എന്നുണ്ട്. അതിന് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരു എന്താ പറയുക ആവശ്യമാവുമ്പം നമുക്ക് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമ്മളുടെ ആർട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിന് ബാക്കി ഒരാളുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതത്ര എളുപ്പമല്ല സത്യത്തിൽ. ഓക്കെ, എനിക്കൊരു പാട്ട് പാടണമെങ്കിൽ മറ്റൊരാൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു പെർഫോം ചെയ്യണമെങ്കിൽ വേറൊരാളുടെ തീരുമാനം വേണം എന്നുള്ളൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കൂട്ടായ്മയുടെ ഫലം തന്നെയാണ്. ഒറ്റയ്ക്കൊന്നും നടക്കില്ല. ഇവിടെ ആർട്ടിസ്റ്റ് വേണമെങ്കിൽ ഓർഗനൈസർ വേണം, ആർട്ടിസ്റ്റ് മാനേജേഴ്സ് വേണം, എല്ലാവരും വേണം. ഇതൊക്കെ അതിങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ അതിലപ്പുറത്തേക്ക് നമുക്കൊന്ന് ഒറ്റയ്ക്ക് പാടിയ ആളുകളിൽ വെറുതെ നമുക്ക് വേണ്ടിയെങ്കിലും പാടണമെങ്കിൽ എന്നുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ സിനിമ പോലത്തെ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതിൽ
സത്യം പറഞ്ഞാൽ ഏറ്റവും ചുരുക്കം സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ അതിനകത്ത് നിന്ന് വിസിബിലിറ്റി കിട്ടുന്ന ആൾക്കാരാണ് പാട്ടുകാർ. കാരണം ചെറിയൊരു സമയം സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ടുകാരൻ മാറ്റി വെക്കുന്നുള്ളൂ. പക്ഷെ ആ സിനിമയുടെ എല്ലാ നല്ലതും അവിടുന്ന് അങ്ങോട്ട് എത്രയോ കാലത്തേക്ക് അവർ ഓർക്കപ്പെടുന്നുണ്ട്. അതൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ അത് എല്ലാവർക്കും അങ്ങനെ ആക്സസ് ചെയ്യാനോ അങ്ങനെ ഇതൊരു ഭാഗ്യ നിർഭാഗ്യങ്ങൾ, നമുക്കിതെല്ലാം ഡിഫൈൻ ചെയ്യാൻ വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ്. എങ്ങനെയാണ് ഒരേപോലെ പാടുന്ന ഒരുപാട് പേര്, ഒരേ എഫേർട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൽ കുറച്ച് പേര് മാത്രം ചൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആരുടെയൊക്കെ മുന്നിൽ കാണുന്നു, അല്ലെങ്കിൽ എത്രമാത്രം വിസിബിലിറ്റി ഉണ്ടാവുന്നു എന്നൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ സിനിമയുടേത് ഭാഗ്യവശാൽ സിനിമയുടെ ഭാഗമാവാൻ ഒരു അവസരം കിട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവുമല്ലോ, ഇതില്ലെങ്കിൽ ഇതല്ലാണ്ട് നമുക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, പാടാനുണ്ട്. പിന്നെ അവിടെ മുഴുവനും ബാക്കിയൊരു ഡിസൈനിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഒരു ടൂള് പോലെ വർക്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചെയ്യാൻ എന്തൊക്കെയോ ഉണ്ട്. ഇതിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ആഴമുള്ളതോ അതിഗംഭീരമാണെന്ന് അവകാശപ്പെടുകയല്ല, നേരെ മറിച്ച് ചെറുതാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുള്ള സ്പേസ് വേണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ പതിയെ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഈ കോവിഡിൻ്റെയൊക്കെ കാലത്ത് എനിക്ക് തോന്നുന്നു അതിന് മുമ്പും പാട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് കുറച്ച് എന്താ പറയുക അവനവനിലേക്ക് നോക്കാനുള്ള സമയം കിട്ടിയല്ലോ എല്ലാവർക്കും. കുറച്ചുകൂടി എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ഡാർക്കായിട്ടുള്ള സമയമായിരുന്നെങ്കിൽ പോലും വേറൊരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും ഒന്നും കൂടിയൊക്കെ ഒന്ന് സമാധാനത്തോടെ ആർട്ടിനെ കാണാനൊക്കെ അപ്പോൾ ഉണ്ടായ പാട്ടുകളൊക്കെ ആളുകൾ കേൾക്കുന്നു. അപ്പോൾ അതിനൊരു രസമുണ്ടല്ലോ, നേരെ ഓഡിയൻസിനോടാണ് നമ്മൾ സംവദിക്കുന്നത്. പിന്നെ ആ സമയത്ത് ക്രിയേറ്റിവിറ്റി ഇത് എവിടെ കൊണ്ട് വെക്കും എന്നുള്ള തിരക്കായിരുന്നു എല്ലാവർക്കും. ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യും, സ്റ്റുഡിയോ ഇല്ല. അപ്പം അങ്ങനെ വന്ന കുറേ കൂട്ടായ്മകൾ അങ്ങനെ അത് മുന്നോട്ട് പോയി. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് രസമായിട്ട് തോന്നും. സ്റ്റേജിലൊക്കെ ചില സമയത്ത് പെർഫോം ചെയ്യുമ്പോൾ ഒരു മേ ബി ഒരു 60% പാട്ടൊക്കെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സോങ്സ് പാടാൻ പറ്റുന്നു എന്നുള്ളത് എന്നെ പോലെ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളെ സംബന്ധിച്ച് റിയാലിറ്റി ഷോൻ്റെ ഒക്കെ ഒരു പരിസരത്ത് നിന്ന് വരുന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷവും ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ പിന്നെ മലബാറിക്കസിൻ്റെ ജേർണി എടുക്കുമ്പോൾ മലബാറിക്കസ് ഈ നിങ്ങളുടെ ഓരോ പാട്ടിനും വളരെ ആഴത്തിലുള്ള തീമുകളുണ്ട്. അതിപ്പോൾ മുഹബത്താവട്ടെ, ഹരിതരിതാവട്ടെ, പൂമാലയാവട്ടെ, ഇപ്പോൾ എലിലെങ്കിലി ആവട്ടെ. അപ്പോൾ ഇതൊക്കെ ഡസ് ഇറ്റ് കം ടു യു ഓർ ഡു യു സെർച്ച് ഫോർ ഇറ്റ്? പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അന്വേഷിച്ച് പോകാറില്ല. ഒരു പാട്ട് ഇന്നതായിരിക്കണം എന്നൊന്നും അന്വേഷിക്കാറില്ല. പക്ഷെ നമ്മളുടെയൊക്കെ പരിസരത്ത് ഇങ്ങനത്തെ വിഷയങ്ങൾ വന്ന് പെടുമല്ലോ, നമ്മൾ അതിനെ പറ്റിയൊക്കെ ആലോചിക്കുമല്ലോ. അപ്പം ആലോചനയിൽ എപ്പോഴും ഇതൊക്കെ ഉണ്ടാവും. ഇതിൽ ഏത് പാട്ടാവുന്നു എന്നുള്ളത് അത് ആ ഒരു സമയത്തെ തോന്നൽ പോലെയാണ്. ചില സമയത്ത് വളരെ ഡെലിബറേറ്റായിട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു എഫർട്ട് എടുക്കാറില്ല. പിന്നെ ചില വിഷയങ്ങൾ പറയണമെന്ന് നമുക്ക് തോന്നുമ്പോൾ, ഇപ്പോൾ തരുണിയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ആ പാട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പറയണം. അപ്പം നമുക്കിതിന് എന്താ പറയുക കൂടെ നിൽക്കാൻ ഇങ്ങനത്തെ എഴുത്തുകാരും ഒക്കെ ഉള്ളത് ഭയങ്കര ഹെൽപ്പാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഡിസ്കസ് ചെയ്താൽ, അല്ലെങ്കിൽ അവരത്തരം പാട്ടുകൾ എൻ്റെ അടുത്ത് കൊണ്ടു തരുമ്പോൾ ഒരു പാട്ടിന് വേണ്ടിയിട്ട് തീം ഇതായിരിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കാറില്ല. പാട്ട് സ്ട്രക്ചറൊക്കെ ആയതിനു ശേഷം എന്നാൽ വരികൾ പിന്നെയാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് ഈ വിഷയമായിട്ട് ഈ ഒരു മ്യൂസിക്കൽ സ്ട്രക്ചർ ചേർന്ന് പോകുന്നുണ്ട് അന്ന് അങ്ങനെ ആയി നോക്കിയാൽ ചിലപ്പോൾ ഒരു ഹുക്ക് ലൈൻ മാത്രമാവും കിട്ടണേ എന്നായിരിക്കും അങ്ങനെ. അപ്പോൾ ഈ മലബാറിക്കസിൻ്റെ ജേർണിയിൽ മലബാറിക്കസ് എനിക്ക് തോന്നുന്നു പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് എനിക്ക് തോന്നിയ കാരണം നിങ്ങൾ പലപ്പോഴും ആദ്യമായിട്ട് ചെയ്ത് നിങ്ങളാണ്. ആദ്യമായിട്ട് ഡോൾബി അറ്റ്മോസ് മിക്സർ ചെയ്ത് മലബാറിക്കസാണ്. ഇപ്പോൾ AI പറ്റി എല്ലാവരും സംസാരിക്കുന്നു. ആദ്യത്തെ AI മ്യൂസിക് വീഡിയോ പുറത്തിറക്കുന്ന മലബാറിക്കസാണ്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസിനൊപ്പം ഈ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഭവത്തോട് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? അതൊരു എന്താ പറയുക, നമ്മുടെ ബാൻഡിൻ്റെ തീരുമാനം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൽ ഞങ്ങളാകെ അതിൻ്റെ പാട്ടിനെ കുറിച്ച് മാത്രം ചിന്തിച്ച ആൾക്കാരാണ്. പിന്നെ കുറേ എന്താ പറയുക, ഞങ്ങളെ ഭയങ്കരമായിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന കുറച്ച് ഗാർഡിയൻസ് പോലെയുള്ള, ടീച്ചേഴ്സ് പോലെയുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ വെൽവിഷേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഞങ്ങൾ ചുറ്റും വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ ആ ഒരു ടെക്നോളജി അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിലും ഞങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. ഞങ്ങൾ ആകെ ചെയ്യുന്നത് പാട്ടുണ്ടാക്കും. ആ പാട്ട് കൊണ്ടുപോയി നമ്മൾ മുതിർന്ന ആളുകളെന്ന് വിചാരിക്കുന്ന, നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആളുകളായിട്ട് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഈ അരുതരുതും ഋതു എന്ന് പറഞ്ഞ EP ചെയ്ത സമയത്ത് ശ്രീജേഷ് ചേട്ടനാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹമാണത് അറ്റ്മോസ് മിക്സ് ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടല്ല, പക്ഷെ അതങ്ങനെ ചെയ്യാം എന്നുള്ള സാധ്യതകളെക്കുറിച്ച് ഞങ്ങളായിട്ട് ഒരു കോൺവെർസേഷൻ വന്നപ്പോൾ അത് ചെയ്തു. അതിൽ ഭയങ്കര താങ്ക്ഫുള്ളാണ്. അതേപോലെ തന്നെയാണ് മൊഹബത്തിൻ്റെ വീഡിയോ ചെയ്തപ്പം
AI-ന്റെ വളരെ നേസൻ സ്റ്റേജിൽ തുടക്ക സമയത്താണ്. അനീജ് അതിൽ ഇൻവോൾവ് ആണ്, അതുകൊണ്ട് അനീജിനെ അറിയാം. അപ്പോൾ അത് സുമേഷ് സാറാണ് ഇങ്ങനത്തെ ഒരു കാര്യം പറയണത്. നമുക്കൊരു വീഡിയോ വേണം എന്നുള്ള ആഗ്രഹമാണ് പറയുന്നത്. അപ്പം ഇത് പറയുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് നിന്ന് കൊടുക്കും ഇതിന്. ഓക്കെ, നമ്മുടെ മുകളിൽ വെച്ച് പരീക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഇന്നവേ ഞങ്ങളത് എൻജോയ് ഉണ്ട് എല്ലാത്തിലും. അങ്ങനെ കടുംപിടുത്തങ്ങളിലേക്ക് ഒരിക്കലും എനിക്ക് എൻ്റെ ബാൻഡ്മേറ്റ്സിൻ്റെയും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സ്പേസിനെ കുറിച്ചിട്ട് എനിക്ക് ഏറ്റവും നമുക്കൊരു അഭിമാനം തോന്നുന്ന പോയിന്റ് എന്താ വെച്ചാൽ അത് മ്യൂസിക്കോ അല്ലെ മറ്റു കാര്യങ്ങളൊന്നല്ല. അവിടെ ഭയങ്കര കടുംപിടുത്തങ്ങൾ കുറവാണ്. ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. പുറത്തുനിന്ന് ആരെന്ത് സജഷൻ എടുത്ത് തന്നാലും അതിനെ നമ്മളിങ്ങനെ സംശയത്തോടെ കാണുന്നതിനേക്കാൾ കൂടുതൽ എന്തോ അതിലുണ്ടായിരിക്കും ചെയ്തു നോക്കാന്നല്ല, എന്നാ ഒരു വാതിലുണ്ട് അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അതിൽ ഞങ്ങൾ ഭയങ്കര ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നേരത്തെ ഏലലങ്കിളിയുടെ കാര്യം പറഞ്ഞ മാതിരി ഞങ്ങൾ ആളുകളെ വിശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആ ജേണിയിൽ എവിടെയൊക്കെ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ബാൻഡ് മെമ്പേഴ്സിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിലിപ്പോൾ ലിബോയ് ആവട്ടെ, മിഥുൻ ആവട്ടെ, ശ്രീനാഥ് ആവട്ടെ, ബിജു ആവട്ടെ, അജയ് ആവട്ടെ, ഇവരൊക്കെ പല മ്യൂസിക് ടേസ്റ്റുള്ള പല ജോണേഴ്സിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അപ്പോൾ ആളുകളാണ്, മ്യൂസീഷ്യൻസാണ്. ഇവരോടൊപ്പമുള്ള ഈ കഴിഞ്ഞ 9 വർഷത്തെ ജേണി ഹൗ ഹാസ് ഇപ്പോൾ സിത്താര എന്ന് പറഞ്ഞ മ്യൂസീഷ്യൻസും നമ്മൾ പെർസീവ് ചെയ്തിരുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷം അല്ലെങ്കിൽ ഇത് ഇവരോടൊപ്പമുള്ള ജേണിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? ഹൗ ഹാവ് ദ ആർട്ടിസ്റ്റ് ഇൻ യു ടേക്കൺ എ ഡിഫറെൻറ്റ് ഫോം മേ ബി? എൻ്റെ എന്താ പറയുക, ലിസണിങ് കുറേയൊക്കെ മാറുന്നതെന്നല്ല, അത് വളരുന്നതിൽ അവർ ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മറ്റേ അതിന് മുമ്പുണ്ടായിരുന്ന നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു കൂട്ടം മ്യൂസീഷ്യൻസിനോട് മാത്രം ഇന്ററാക്ട് ചെയ്യുന്നില്ല. പല സ്ഥലത്തും പല ആളുകളായിരിക്കും നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഒരു ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും അതിനകത്ത് മ്യൂസിക്കിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് സമയം യാത്രകൾക്ക് കോൺസ്റ്റൻ്റ്ലി ഒരേ ഗ്രൂപ്പായിട്ടാണല്ലോ. ഏതാണ്ട് 7 വർഷം 8 വർഷമായിട്ട് നമ്മൾ എവിടെ പോകുമ്പോഴും ഒരുമിച്ചാണ്. അപ്പോൾ അത്രയും സമയം കോൺവെർസേഷൻസ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, ജനറൽ കോൺവെർസേഷൻസ്, ലൈഫിനെ കുറിച്ച് പറയും. അപ്പം അതിൽ എനിക്ക് എക്സ്പോഷർ ഇല്ലാത്ത ഒരുപാട് ജോണറുകൾ അവർ എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ മ്യൂസിക് ഫെസ്റ്റിവൽസിന് പോകാനുള്ള ശീലവും അങ്ങനെ തിരിച്ചത് എല്ലാവരും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അത് പലരും പല രീതിയിലാണ്. ശ്രീനാഥ് വേറെ പോലെ, മിഥുൻ വേറെ പോലെ. അപ്പം എല്ലാം കൂടി ഇപ്പൊ എന്താ പറയാ, ഇടയ്ക്ക് എന്താ ഒരുപാട് സീരിയസ് കോൺവെർസേഷൻസ് വരും, ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കും. അങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു ഇന്ത്യ മ്യൂസീഷ്യൻ എന്ന നിലയ്ക്ക് ഇപ്പോഴുള്ള നമ്മളുടെ ഒരു ലൈവ് മ്യൂസിക് അവന്യൂസിനെ പറ്റി എന്താണ് അഭിപ്രായം? കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല ഇപ്പോൾ ഇൻഡിപെൻഡന്റ് സോങ്? അത് ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അത് ഭയങ്കര വലിയ ചേഞ്ച് അല്ല. അത് ഗ്രാജുവലായിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്ന ഒരു സമയം. അത് ആളുകളുടെ ടേസ്റ്റ് മാറുന്നതുണ്ട്, അങ്ങോട്ട് എന്താണ് ഫീഡ് ചെയ്യുന്നുള്ളതും പിന്നെ അവരുടെ റെസ്പോൺസും ഒക്കെ മാറ്റർ ചെയ്യും. ഇതിൽ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ കുറച്ച് നമ്മളെ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം വേണ്ടി വരുമല്ലോ ഇത്തരം പാട്ടുകൾ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആദ്യമൊക്കെ ഈ അഗൈൻ കോവിഡ് കഴിഞ്ഞൊരു സമയത്ത് ആളുകൾ എല്ലാം ആഘോഷിക്കാൻ തീരുമാനിച്ചൊരു സമയമായിരുന്നു. അവര് അങ്ങനെ ചൂസ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല, എന്തും ആഘോഷമായിട്ട്. അപ്പം ആ സമയത്ത് ഇതൊക്കെ കേട്ട് അതിനോടുള്ളൊരു പരിചയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പോകെ പിന്നെയും ചുറ്റിനും കിട്ടുന്ന കണ്ടന്റിന്റെ എണ്ണം കൂടുമ്പോൾ ആളുകൾ പിന്നെയും തിരഞ്ഞെടുക്കാൻ ശീലിക്കും. ഇത് വേണം, ഞങ്ങളുടെ ഇഷ്ടം ഇന്നത് തന്നെ എന്നുള്ളത്. അത് എന്ത് തന്നെ ആയാലും ഒരു ആർട്ടിന് നല്ലതാണ്. നോക്കുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകൾ കൂടുതലാണ്, ഒരുപാട് പേരെ കേൾക്കാൻ കിട്ടുന്നു, നമുക്ക് തന്നെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നു. ലൈവിലും ആ ഒരു വ്യത്യാസം കൃത്യമായിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് സോങ്സിന്, ഇന്ത്യ മ്യൂസിക്കിന് വലിയ അക്സെപ്റ്റൻസ് തന്നെ ഉണ്ട്. അതിൽ സിംഗർ സോങ് റൈറ്റേഴ്സിന് ഉണ്ടാവുമല്ലോ ഒരുപാട് പേര്. അവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പയർ ആവും. ചെറിയ ആൾക്കാർ, പുതിയ ആൾക്കാർ, എന്ത് രസമായിട്ട് അവരതിനെയൊക്കെ കൺസീവ് ചെയ്യുന്നത്. സിനിമയൊന്നും അവരുടെ എവിടെയും ആലോചനകൾ വരുന്നില്ല. ശരിയാണ്, സത്യമാണ്. അപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നു. യു ആർ ടേക്കിംഗ് മ്യൂസിക് ടു ഡിഫറെൻറ്റ് അവന്യൂസ്, പല രാജ്യങ്ങൾ, പല ഓഡിയൻസുകൾ. യാത്രകൾ എങ്ങനെയാണ് സംഗീതത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? യാത്രകൾ, ഓരോ യാത്രയും ഭയങ്കര വലിയ എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ പുസ്തകമൊക്കെ വായിക്കണ മാതിരിയാണ്. അത് പോയി വരുമ്പം നമ്മളതിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു എന്താ പറയുക, കുറേ കൂടി ഉള്ളിലേക്ക് ചിന്തിക്കാനും അങ്ങനത്തെയൊക്കെ സമയങ്ങൾ കിട്ടുമല്ലോ. യാത്ര ചെയ്യണം എന്നുള്ളത് തന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. പിന്നെ അത് മ്യൂസിക്കിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്കുള്ള യാത്രകൾ തന്നെ ആവണം എന്നില്ല കേട്ടോ. ഈ പറഞ്ഞ മാതിരി നമ്മൾ പുറത്തേക്ക്, ഞാൻ ഉദ്ദേശിച്ചത്
ഫിസിക്കലി മൂവ് ചെയ്യുന്ന നമ്മൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. നമ്മുടെ ഇരുന്ന ആലോചനയൊക്കെ ഒരു യാത്രയാണ്. അപ്പം മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ വഴിയാണ് അനീജ. അതെനിക്ക് അങ്ങനെ ജനറലായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞ ആളുകൾക്ക് കോമഡി ആയിട്ട് തോന്നും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുന്ന് ഒരു പുസ്തകത്തിൽ ഇരുന്നിട്ട് എനിക്ക് എപ്പോഴൊക്കെ എനിക്ക് എല്ലാം സുഖമായി, അപ്പോൾ ഓക്കെ സെറ്റാണ് നമുക്ക് തോന്നുന്നൊരു സമയം വരുമല്ലോ. പ്രോഗ്രാംസ്, റെക്കോർഡിങ്, യാത്ര എല്ലാം സെറ്റാന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിലെന്ന് തോന്നുന്നു. അതായത് ഇതൊക്കെ ശരിയാവില്ലല്ലോ, അങ്ങനെ നമ്മൾ എന്തോ നമ്മളെ ചലഞ്ച് ചെയ്യാനുണ്ടല്ലോ, എന്തോ ഒരു. അപ്പം ആരും നമ്മളോട് ഈ ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിൽ ഒക്കെ നമ്മൾ തിരുത്തുന്നൊരു സമയമുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കറക്ഷൻസ് പറയുന്നത്. നമ്മളിപ്പോൾ ആകെ കാണുന്ന ഈ ഓൺലൈനിലുള്ള നെഗറ്റീവ് കമൻസിന് മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ കറക്റ്റ് ചെയ്യാൻ. അതെത്ര ജെനുവിൻ ആണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ചിലരൊരു വെർബൽ എക്സസൈസ് എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ കാണുന്നുണ്ട്, അല്ലാണ്ട് ഒരു ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ പലപ്പോഴും ഒന്നും കാണാൻ കിട്ടുന്നില്ല. ചിലർ എല്ലാവരും ഹായ് 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 എന്ന് പറയുകയാണ് ഈ ചുറ്റിനും. അപ്പം അതിലൊരു പ്രോബ്ലം ഉണ്ടല്ലോ അവിടെ. അപ്പം നമ്മൾ ഉള്ളുകൊണ്ട് ചിന്തിക്കേണ്ട അവസ്ഥ, നമ്മൾ നമ്മുടെ എന്താ പറയുക ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമായി മാറും. അപ്പം ആ ഇരിക്കുന്ന സമയമാണ് എനിക്ക് മ്യൂസിക്കിൽ ഞാൻ വർക്ക് ചെയ്യണമെന്ന് പറയും. ഇതിങ്ങനെയല്ല, ഈ ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്, ഇതല്ല അത്. ഒന്ന് നമ്മുടെ ഫിസിക്കൽ പ്രാക്ടീസ് ഉണ്ട്, അത് എനിക്ക് 2-3 ദിവസമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും പ്രയാസം വരും. എന്താണ് നമ്മൾ ചെയ്യില്ല, അതിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോണില്ലേ, അതേപോലെ വർക്കൗട്ട് ഇത് ആവേശം കയറി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെയ്യാണ്ടിരുന്നാലൊരു വിഷമം വരും. അതേപോലെ തന്നെയാണ് മറ്റ് പ്രാക്ടീസും, മ്യൂസിക്കിൻ്റെ മുകളിൽ പ്രാക്ടീസ്. അതിൽ തന്നെ അതിൻ്റെ ഒരു ഇമോഷണൽ സൈഡും അതിൻ്റെ ഒരു മറ്റൊരു വശമുണ്ടല്ലോ, അതിൽ സ്കില്ലുമായിട്ട് ബന്ധമില്ല, അത് നമ്മൾ കുറച്ചും കൂടി ചിന്തയായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അതിനും സമയം സ്പെൻഡ് ചെയ്യണം, നമ്മൾ ഇരിക്കുക തന്നെ വേണം. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഈ ഓടി ഇങ്ങനെ പോവല്ലേ നമ്മൾ, പരിപാടി, അടുത്ത സ്ഥലം, അപ്പോൾ ഇത് മിസ് ചെയ്യും. ഇത് എങ്ങടെ പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഒന്നുമില്ലേ, പ്രായം മാത്രമേ കൂടുള്ളൂ. അപ്പോൾ ഒരു ഇപ്പോൾ പാട്ടുകാരുടെ സംഘടനയായ സമം, അല്ലെങ്കിൽ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ മെമ്പറാണ്. അപ്പോൾ ആസ് എ ഫീമെയിൽ ലീഡിങ് ആർട്ടിസ്റ്റ് ഇൻ കേരള, എന്തെങ്കിലും പോളിസികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രോച്ചിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഗൗരവത്തോടെ ആലോചിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്ന അഭിപ്രായങ്ങളിലൊക്കെ എനിക്കും അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ അല്ലാണ്ട് ഈ എന്താ മേജർ പോളിസീസ് ഉണ്ടാക്കണ അതിലൊരു ചർച്ചകളിലൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഭാഗമായിട്ടില്ല. അങ്ങനെ ഗൗരവത്തോടെ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ എന്നെ അത്ര ഗൗരവത്തോടെ എടുത്തിട്ടില്ല. എനിക്ക് ചിലപ്പോൾ അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ നമുക്കൊരു ഭാരം പോലെ തോന്നുമല്ലോ. ഓക്കെ, അതിനുള്ള സമയമായിട്ടില്ല എന്ന് തോന്നില്ല. എനിക്ക് ഞാൻ അവെയർ അല്ല, ചില കാര്യങ്ങൾ ഞാൻ ഇഗ്നറൻ്റ് ആണ് ഇപ്പോഴും. ശരിയായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ശരിക്കും അറിയണം. നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇപ്പോൾ സമം പോലത്തെ ഒരു സംഘടനയെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ അത് ഒരു സംഘടന എന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചറും തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അതിൽ ഉപരിയായിട്ട് എല്ലാവർക്കും അറിയാം എന്ത് തരം മാനസികാവസ്ഥയിലൂടെ എന്ത് തരം പ്രശ്നങ്ങളിലൂടെയാണ് പരസ്പരം കടന്നു പോണേന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം ഒരു എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത്. അപ്പം ഞാനിത് പഠിക്കാൻ നോക്കുന്നതേ ഉള്ളൂ. നമ്മൾ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ സുദീപേട്ടൻ, രവിശങ്കരേട്ടൻ, അഫ്സലിക്ക, അപ്പൊ ഇവർക്കൊക്കെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അപ്പൊ ഞാനിതിന്റെ എന്തെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ അത്ഭുതത്തോടെ ഇവർ പറയുന്ന കഥകൾ കേട്ടിരിക്കും. എത്ര കൊല്ലങ്ങളായിട്ട് അവർ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ പല ചേഞ്ചസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞ് സ്പാനല്ലേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മേ ബി നമുക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ഒക്കെ പറ്റുമായിരിക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളായ അർജിത് സിംഗ് പ്ലേ ബാക്കിൽ നിന്ന് ഇനിയില്ല എന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ്. ഈ പുള്ളിക്കാരൻ ഇന്ത്യ അവന്യൂസ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. സോ ആ ഒരു തീരുമാനത്തെ എങ്ങനെ നോക്കുകയാണ്? ആൻഡ് അങ്ങനെ കൂടുതൽ മ്യൂസീഷ്യൻസ് അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം അത് ഡിസ്കസ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഈ കൊല്ലം നമ്മൾ കേട്ട ഏറ്റവും ഡെയറിങ് ആയിട്ടുള്ള ഡിസിഷൻസിലൊന്നാണ്, അതല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റുകളിലൊന്നാണ്. നമ്മളെല്ലാവരും ഭയങ്കര പെർപ്ലെക്സ്ഡ് ആയി പോയി. എല്ലാവരും എന്താ അതെന്ന് ആകെ വിഷമിച്ചു ആൾക്കാർ. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാവാണ്ട് തന്നെ പാട്ട് നിർത്തുകയാണെന്നൊക്കെയുള്ള രീതിയിൽ റിട്ടയർ ചെയ്യുകയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആൾ എത്രമാത്രം അതിനെക്കുറിച്ച് തീരുമാനത്തിലെത്തണമെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഭയങ്കര അത്ഭുതവും ആദരവും ഒക്കെ തോന്നുന്ന ഒരു സ്പേസാണത്. അത് എന്ത് ചെയ്യണം എന്നുള്ള വ്യക്തമായ തീരുമാനം, അത് നമ്മൾ കുറച്ച് മുമ്പ് മുതലേ ആളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പം ഉറപ്പായിട്ടും ഇത് വലിയ ഇപ്പം
കൺഫ്യൂഷനുള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കും, കുട്ടികളുണ്ടായിരിക്കും. ആളുകൾ അല്ലെങ്കിൽ മേ ബി ഇപ്പോഴും ഞാൻ ആലോചിക്കും, ഒരു റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ കുട്ടികളെ ആശംസിക്കുന്നത് എന്ന് പറയുന്നത് നിറയെ സിനിമയിൽ പാടാൻ പറ്റട്ടെ, നല്ലൊരു പ്ലേ ഇതാണ് അതിൽ. അപ്പം അത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. ഇതൊരു കൂടുതൽ പേരുടെ ചിന്ത അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇത്തരം തീരുമാനങ്ങൾ ഭയങ്കര ധൈര്യം കൊടുക്കുമല്ലോ. ഇതിനൊക്കെ പുറമെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ആർട്ടിൻ്റെ മുകളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു മുന്നോട്ടൊരു യാത്രയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. കുറച്ച് മുമ്പ് ഇതൊക്കെ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ. പക്ഷേ രസമാണ് അത് ഒരുപാട് പേര് അങ്ങനെ. ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് ഇൻസ്റ്റഗ്രാമിലൊന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ തരം അപ്രോച്ചാണ് മ്യൂസിക്കിനോടൊക്കെ ഓരോ ആളുകളും എടുക്കുന്നത് എന്നുള്ളത്. പിന്നെ എവിടെയോ നമ്മളുടെ സ്പേസ് ഭയങ്കര നമ്മൾ അടിപൊളിയാണെന്ന് തോന്നുന്ന ഒരു നിമിഷം ഞാൻ എപ്പോഴും പറയും ഇവരോടൊക്കെ, നമ്മളിപ്പോൾ പുറത്തൊക്കെ രാജ്യത്ത് പോകുമ്പോൾ വെറുതെ ഒന്ന് ചാനൽസ് ഇങ്ങനെ സർഫ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ ഹൈ സെൽഫ് എസ്റ്റീമും ഈഗോ ഒക്കെ. കാരണം നമ്മൾ ഈ വലിയ ലോകത്ത് ഒരു മൂലയ്ക്ക് ഒരു കുത്തു പോലത്തെ സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷമായിട്ടിരിക്കുക, സിൻസിയർ ആവുക, സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവനവന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റണം. അല്ലാണ്ട് ഒരു കാര്യം ചെയ്തിട്ട് ആദ്യം വിളിച്ചിട്ട് നമ്മൾ ഈ ചെയ്ത് മറ്റൊരു കുറച്ചുകൂടി നന്നായി ചെയ്യുമോ എന്നൊക്കെ അത് തോന്നിയാൽ പിന്നെ പോയി. ആ ഒരു ആങ്സൈറ്റി ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്ന അത്രയും സമയം സമാധാനമായിട്ട് ചെയ്യാൻ പറ്റണം. അത് എല്ലാവർക്കും പറ്റട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ റെസ്പോൺസിബിലിറ്റി ഈസ് ഓൾസോ മേക്കിംഗ് പീപ്പിൾ ഹാപ്പി. അപ്പോൾ സന്തോഷമായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റാത്ത സമയങ്ങൾ ചിലപ്പോൾ ചില സ്റ്റേജുകളിലോട്ട് പോകേണ്ടി വന്നേക്കാം. ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ്? കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആളുകൾക്ക് ആർട്ടിസ്റ്റിൻ്റെ മൂഡ് എന്താണ്, അവരുടെ മാനസിക സംഘർഷം അവർ പലപ്പോഴും ആലോചിക്കാറില്ല. അപ്പോൾ എങ്ങനെയാണ് സിത്താര അത് ഡീൽ ചെയ്യുന്നത്? അത് ചില ശീലങ്ങൾ സത്യത്തിൽ ദുശീല എന്ന് പറയില്ല, അതേമാതിരിയാണ് അങ്ങനത്തെ ഒരു ശീലം. അതായത് നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും അത് ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് ജോലിയുടെ ഭാഗമായിട്ട് സന്തോഷമായിട്ട് പെരുമാറുമ്പോൾ ഒരു വശത്ത് അവർ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ അവിടെ എവിടേക്കോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് ഉണ്ട് ഭയങ്കരമായിട്ട്. ചില കാര്യങ്ങൾ പറയാതെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു ഡാമേജ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ബാധിക്കും എന്നുള്ളതൊരു ഫാക്റ്റാണ്. അത് നമ്മളെല്ലാവരും ലൈഫിലും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ വളരെ എളുപ്പത്തിൽ ദേഷ്യപ്പെടുന്ന ആൾക്കാർ കുറച്ചും കൂടി സ്ട്രെസ് ഇല്ലാണ്ടാണ് ജീവിക്കണേ. ഭയങ്കര ഇതിങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നവരാണ് ഭയങ്കര ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അത് ആ ത്രഷോൾഡ് കഴിയുമ്പോൾ എങ്ങനെയാ വെച്ചാൽ അത് എങ്ങനെയായിരിക്കും അത് അവരെ ബാധിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്കും നല്ല പ്രയാസം ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ഉള്ളുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിരിക്കില്ല. അത് ഇമോഷണൽ റീസൺസ് മാത്രമായിരിക്കില്ല, ഹോർമോണൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും. ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്തൊന്നും ആളുകളോട് നമുക്കിത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളത് ഒതുക്കി പിന്നെ കുറേ കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ തിരിച്ചറിയും. ഇപ്പം എനിക്കൊക്കെ ഈ ഒരു ഏജിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേയും കൂടിയൊക്കെ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. നമ്മൾ ഇപ്പം സന്തോഷം ഈ സമാധാനം വിചാരിക്കുന്ന ഒരു ഇതില്ലേ, അത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് വേറെ കാര്യങ്ങളല്ല, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹൈയിനേക്കാൾ കൂടുതൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണമെന്ന് തോന്നാറുണ്ട് ചില സമയത്ത്. അതിപ്പോഴും ആ പ്രാക്ടീസ് കംപ്ലീറ്റ് ആയിട്ടില്ല എനിക്ക്. അത് ഇനിയും ഒരുപാട് പ്രായം എടുക്കുക, ചിലപ്പോൾ അതില്ലാണ്ട് മരിച്ചു പോകും. പക്ഷേ കാരണം അത്രമാത്രം നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ആളുകളെ മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത് എന്നുള്ള ഒരു സാധനം കിടക്കുന്നുണ്ട്. അത് ഭയങ്കര ഉള്ളിലേക്ക് ആഴത്തിൽ പോയിട്ടുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഇനിയുള്ള ജനറേഷൻ ആവട്ടെ, എൻ്റെ മോളാവട്ടെ, ഇനിയുള്ള കുട്ടികളാവട്ടെ, അവര് മനസ്സിൽ ആഗ്രഹിക്കുക അതാണ്. ഒരുപാടൊക്കെ ഈ പീപ്പിൾ പ്ലീസേഴ്സ് ആവാതെ എന്നാൽ ആളുകൾ ഉപദ്രവിക്കാതെ അങ്ങനെ ഇരിക്കാൻ പറ്റാന്നല്ലോ. ഇതിൻ്റെ ഒരു ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്ന് വെച്ചിട്ട് ചില ആൾക്കാരുണ്ട് ഞാൻ ഭയങ്കര ആരെയും എന്താ പറയുക സന്തോഷിപ്പിക്കാനൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ച മാതിരി തുറന്ന് പറയുക അവരോട്, അതും ശരിയാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വാക്കുകളോണ്ട് വേദനിപ്പിക്കുമ്പോൾ ഉണ്ടാവണ അപ്പുറത്തെ സൈഡും കൂടി ആലോചിക്കാൻ പറ്റണല്ലോ. അതൊന്നും ഒരു കാലത്തും മാറില്ല. ഇതിൻ്റെ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ ഇനിയുള്ളവർക്ക് പറ്റണം. നമ്മൾ കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും കുറച്ച് വൈകി. പക്ഷെ രസമുണ്ട് ഈ യാത്രയിൽ. ഞാൻ പിന്നെ ഇപ്പോൾ അനീജി ചോദിച്ച ചോദ്യത്തിന് വെച്ചാൽ നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ നമ്മളെ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ആരുടെയൊക്കെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്.
അവിടെ ഈ പറഞ്ഞ മാതിരി നിങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വലിയ റോളുണ്ട്. ഞങ്ങൾ പല സ്ട്രെസ്സും അറിയാണ്ടിരിക്കുന്നത് നമ്മൾ പലതും അറിയാത്തതുകൊണ്ടാണ് നേരിട്ട്. ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇപ്പോൾ പ്രദീപേട്ടനാവട്ടെ ലക്ഷ്മി ആവട്ടെ ഇവരെയൊക്കെ വണ്ടർവാളിലുള്ള നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ചെയ്യുന്നുണ്ട് ഇടയിൽ കിടന്നിട്ട്. ആളുകൾക്ക് കുറ്റം പറയാൻ എളുപ്പമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന പലപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യണ ആരോ ആവട്ടെ, ഏജൻസ് ആരോ ആവട്ടെ, അവരെ പറ്റിയിട്ട് വന്ന് പറയുമല്ലോ, കംപ്ലയിൻസ് ഉണ്ടാവും 100 പറയാൻ. അപ്പോഴാണ് ആലോചിക്കുക എന്തെല്ലാം കാര്യങ്ങൾ ജഗിൾ ചെയ്തിട്ടാണ് ഞങ്ങളെ കുറച്ച് പേരെ നിങ്ങളെ വേദിയിൽ എത്തിക്കുന്നത് എന്നുള്ളത്. അപ്പം അത് ആ ജോലിയെക്കുറിച്ച് ഇനിയും നമ്മുടെ ഇവിടെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ, എന്താണ് ശരിക്കും നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്, ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത്. അവിടെ നിങ്ങൾ മറ്റേ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, ഇമോഷണൽ മാനേജ്മെന്റ് ഉണ്ട്, നമ്മുടെ ഡെയിലി ലൈഫ് റുട്ടീനും ഒക്കെ അറിഞ്ഞു വെക്കുക. അപ്പം ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ജോലികൾ അറിയില്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എന്താ പറയുക, ലൈഫ് ലോങ് നിങ്ങളെ പോലുള്ള ഓരോരുത്തരോടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അത് കേൾക്കുമ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ലൈഫ് സമാധാനമാക്കി തരുന്നതിന് താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു ഫോർ അക്നോളജിങ് ദാറ്റ്. കാരണം ഇപ്പോൾ പ്രതിഭയുടെ കാര്യം പറഞ്ഞ പോലെ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായി. ഇപ്പം ഇന്നാളൊരു ഫണ്ണി ആയിട്ടുള്ള റീല് നമ്മൾ കാണുമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തത് സുധാരണടക്കം പറയായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തോ കുഴപ്പമുണ്ടെന്നുള്ളൊരു ചിന്താഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു അക്നോളജ് വാട്ട് വി ഡു ആൻഡ് താങ്ക് യു ഫോർ ചാറ്റിംഗ് വിത്ത് us. വളരെ ചെറിയൊരു ക്രിസ്പ് ചാറ്റാക്കി വെക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഏലേലങ്കിളി കുറച്ച് കഥകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പബ്ലിക് അവന്യൂലുള്ളതാണ്. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ. ഇപ്പോൾ UK ടൂറിലേക്ക് 1 മാസത്തേക്ക് വേണ്ടി പോകാണെന്നറിയാം. ടൂറൊക്കെ ഉഷാറായിട്ട് വരട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.